നിങ്ങളുടെ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ വെറുമൊരു ചിത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്കിൽ അതിൻ്റെ ഉത്തരം അതേ എന്നുള്ളതാണ്. അതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. വേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഥാ ദൃഷ്ടി തഥോ സൃഷ്ടി. അതായത് എവിടെയാണോ സങ്കല്പമുള്ളത് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വിഷ്വലൈസേഷൻ തന്നെ, അതായത് നമ്മൾ എന്താണോ ദൃശ്യവൽക്കരണം, നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്, നമ്മൾ പോലും അറിയാതെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നതാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ ദൃശ്യവൽക്കരണം ചെയ്യുന്നത്. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ തുറക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കൊലപാതകം, പീഡനം, ഇത്തരം വാർത്തകളായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് തന്നെ നമ്മളെ എനർജി ലെവൽ ലോ ആയി. നേരെ മറിച്ച് നിങ്ങൾ കാണുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമായിരിക്കും ഉണ്ടാകുക. അതൊരിക്കൽ തന്നെ സോഷ്യൽ മീഡിയസിലൂടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ എപ്പോഴും നെഗറ്റിവിറ്റിയെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു സോഴ്സായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവിടെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്താണ് വിഷൻ ബോർഡ് എന്നല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ ചിത്രസഹിതമായിട്ടുള്ള ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിലോ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കുന്നതാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിലും വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഗോൾ ലിസ്റ്റ്, അത് ചിലപ്പോൾ 100 200 അങ്ങനെ എഴുതി വെച്ച ഗോളുകളുടെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് എടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റിലൂടെ ആ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഗൂഗിൾ ക്രോം വഴിയെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാഗസീൻസിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ കട്ടിങ്സിലെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ചിത്രം, ചിലപ്പോൾ അത് വീടിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു പങ്കാളിയുടെ ആയിരിക്കാം, ചിലപ്പോൾ കാറായിരിക്കാം, ജോലി ആയിരിക്കാം, അങ്ങനെ എന്തുമാവട്ടെ, അങ്ങനെയുള്ള ചിത്രങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബോർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി കിട്ടും, അതേപോലുള്ളൊരു ബോർഡിൽ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് കൊളാഷായിട്ട്, അതായത് ഇങ്ങനെ ഇറഗുലറായിട്ട് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലും, അതായത് സെൻറ്ററിൽ എന്ത് ചെയ്യുക, നമ്മൾ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്ററിൽ വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗത്തേക്കാക്കി മാറ്റി വെക്കാം, പണത്തിൻ്റെ ഒരു ഭാഗത്ത് ജോലി, ആരോഗ്യം, അതിനെല്ലാം തന്നെ ഓരോരോ കോർണേഴ്സിലാക്കിയിട്ട് വെക്കുന്നതും നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതായത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതായത് പണത്തിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് പണത്തിൻ്റെ ചിത്രങ്ങളാണ് വരിക, ഇല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഫോട്ടോസാണ് വരിക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചേക്കാം. അതായത് അടുത്ത മാസം നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു 3 മാസത്തിന് നേടാൻ പോകുന്നത്, അതൊരു സ്റ്റോറി പോലെ. അതായത് ഓരോ ചിത്രങ്ങളും നമ്മൾ സിനിമയിലുള്ള ഫിലിംസ് എല്ലാം ഇങ്ങനെയാണ്, ഓരോരോ ഷോർട്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതൊരു സെർട്ടൺ സ്പീഡിൽ കറക്കുന്ന സമയത്താണല്ലോ അതൊരു സിനിമയായിട്ട്, ഒരു മോഷൻ പിക്ചറായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ മാസവും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും നേടാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിത്രങ്ങൾ സഹിതം ഇങ്ങനെ 1 by 1 ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പല രീതിയിലും നിങ്ങൾ ചിലപ്പം വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് അതേപോലെ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം ഈ പറഞ്ഞ 2-3 വഴികളെല്ലാം തന്നെ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പാറ്റേൺസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി വിഷൻ ബോർഡ് വെച്ചു അല്ലെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കി, ഇതുകൊണ്ട് ആഗ്രഹം നടക്കുക ഒരിക്കലും ഇല്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത്, ഉദാഹരണം നിങ്ങളൊരു ഹൗസ് വൈഫാണെന്ന് കരുതുക, നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക? നിങ്ങളുടെ അടുക്കളയിലാണ്. അടുക്കളയിൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുക. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അന്നേരം ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ജോലിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു A4 ഷീറ്റ് വലുപ്പത്തിൽ നിങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതാണോ കൂടുതൽ നോക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മളെ ശ്രദ്ധ പോകുന്നത് അവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അതായത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടൈം നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളെ ഉപബോധ മനസ്സിലേക്ക് വരുന്നതാണ്. ഇതിലൂടെ വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളുടെ ലൈഫിലും വിഷൻ ബോർഡാണ് വീടുകൾ, കാറുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ലൈഫിൽ നടന്നത്. അന്നേരം ഈ രീതിയിൽ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, നിങ്ങൾ വിഷൻ ബോർഡ് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്തത്? അത് പണമാണോ, ഇല്ലെങ്കിൽ വീടാണോ, കാറാണോ, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വിഷൻ ബോർഡ് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി
ഇത് എത്ര സമയം നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു സമയമില്ല. കഴിയുന്നതും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിമം ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങളെ വിഷൻ ബോർഡിലൊന്ന് നോക്കിയിട്ട് അതിനൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം സോഷ്യൽ മീഡിയ ഫസ്റ്റ് തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നെഗറ്റിവിറ്റി ആണല്ലോ വരുന്നത്. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ വിഷൻ ബോർഡിൽ വെക്കുക. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോഷോപ്പ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സഹായം കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ വിഷൻ ബോർഡ് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.